IPL നമ്മൾ ഡിസൈൻ ചെയ്തത് ഗർഭനിരോധനത്തിന് വേണ്ടിയല്ല. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, അപ്പോൾ എന്താ ഡോക്ടറെ ബെറ്റർ പിൽസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ ഡോസ് കോൺട്രസെപ്റ്റീവ് പിൽസ് അവൈലബിൾ ആണ്. ഞാൻ ഡോക്ടർ സ്മിതി സനൽ ജോർജ്, JMP മെഡിക്കൽ സെൻ്റർ പിറവത്തെ ചീഫ് ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 30 കൊല്ലമായി കേരളത്തിലെ പല പ്രമുഖ ആശുപത്രികളിലും ജോലി ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വിഷയം ഗർഭനിരോധന ഗുളികകളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് IPL എന്ന് പറയുന്ന ഒരു ഗർഭനിരോധന ഗുളികയാണ്. അതിപ്പോൾ ടീനേജ് ഗേൾസിനും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കും എല്ലാം IPL എന്താണെന്നറിയാം. ആക്ച്വലി പറഞ്ഞാൽ IPL നമ്മൾ ഡിസൈൻ ചെയ്തത് ഗർഭനിരോധനത്തിന് വേണ്ടിയല്ല. അത് റേപ്പ് കേസിൽ കോണ്ടാക്റ്റ് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ളൊരു ഗുളികയാണ് IPL. എന്നുവെച്ചാൽ നമുക്ക് നേരത്തെ റേപ്പ് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ റേപ്പ് ചെയ്തിട്ട് പോസ്റ്റ് കോണ്ടാക്റ്റ് കഴിക്കുന്ന ഒരു പില്ലാണ് IPL. IPLൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഡോസ് പില്ലാണ്. അതിൻ്റെ ഉള്ളിൽ 150 മില്ലിഗ്രാം പ്രൊജസ്ട്രോൺ ഒറ്റയടിക്ക് നമ്മൾ കഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓവുലേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഭ്രൂണത്തെ യൂട്രസിൻ്റെ ഉള്ളിൽ ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് അത് അലൗ ചെയ്യില്ല. അങ്ങനെയാണ് ഇത് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യുന്നത്. പക്ഷെ IPLന് ഫെയിലിയർ റേറ്റ് 3 to 4% ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, അപ്പോൾ എന്താ ഡോക്ടറെ ബെറ്റർ പിൽസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ ഡോസ് കോൺട്രസെപ്റ്റീവ് പിൽസ് അവൈലബിൾ ആണ്. അതിങ്ങനെ ഇരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പീരിയഡിൻ്റെ ഫസ്റ്റ് ഡേ മുതൽ കഴിക്കണം. അപ്പോൾ ഈ പീരിയഡിൻ്റെ ഫസ്റ്റ് ഡേ മുതൽ കഴിക്കണം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. അല്ലാണ്ട് കോണ്ടാക്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഡോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈസ്ട്രജൻ്റെ കണ്ടൻറ്റ് 20 മുതൽ 30 മൈക്രോഗ്രാം ആണ്. മൈക്രോഗ്രാം എന്ന് പറഞ്ഞാൽ 1 മില്ലിഗ്രാം ഇസ് ഈക്വൽ ടു 1000 മൈക്രോഗ്രാം. അപ്പം 30 മൈക്രോഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഡോസാണ്. അത് 21 ദിവസം കഴിക്കുമ്പോൾ 30 × 21 എന്ന് പറഞ്ഞാൽ ഏകദേശം 600 മൈക്രോഗ്രാമേ ഒരു മാസം നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നുള്ളൂ. അപ്പോൾ അത് വളരെ ചെറിയ ഡോസാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 600 മൈക്രോഗ്രാം ഇസ് ലെസ് ദാൻ 1 മില്ലിഗ്രാം. അതേമാതിരി ഇതിൻ്റെ ഉള്ളിൽ ഈസ്ട്രജൻ തന്നെ പ്രൊജസ്ട്രോണും ഉണ്ട്. പ്രൊജസ്ട്രോണിൻ്റെ കണ്ടൻറ്റ് 3 മില്ലിഗ്രാം ആണ് ഒരു ഗുളികയിൽ. അപ്പോൾ 21 ദിവസം കഴിക്കുമ്പോൾ 60 മില്ലിഗ്രാം ഓഫ് പ്രൊജസ്ട്രോൺ. അത് ഡിവൈഡഡ് ആയിട്ട് 21 ദിവസം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. വേറെ IPL ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ 150 മില്ലിഗ്രാം കഴിക്കുകയാണ് നല്ലത്. ഇതിൻ്റെ ഫെയിലിയർ റേറ്റ് വളരെ കുറവാണ്, 0.1% ഉള്ളൂ. വേറെ IPLൻ്റെ ഫെയിലിയർ റേറ്റ് 3 to 4% ആണ്. പക്ഷെ പലർക്കും ഈ ഗുളികനെ പറ്റി അറിയാത്തത് കൊണ്ടും പല പേടികളുള്ളത് കൊണ്ടും ഹോർമോണിന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്, അതുകൊണ്ടാണ് ഇത് കഴിക്കാത്തത്. ഇതിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി കൂടുതലും സൈഡ് ഇഫക്ട്സ് ഉണ്ടാകുന്നത് 40 വയസ്സിനുള്ള സ്ത്രീകൾ കഴിക്കുക, അതേമാതിരി സ്മോക്കിംഗ് ഉള്ളവർ, അമിതവണ്ണം ഉള്ളവർ, ഹൈപ്പർ ടെൻഷൻ, BP ഉള്ളവർ, ഷുഗർ ഉള്ളവരൊക്കെ കഴിക്കുമ്പോഴാണ് പ്രോബ്ലം. യങ് ഗേൾസിന് ഇത് പ്രത്യേകിച്ച് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കാറില്ല. സ്ട്രോക്കാണ് ഇതിൻ്റെ കോമൺ സൈഡ് എഫക്റ്റ് എന്ന് പറയണമെങ്കിലും ഇത് എബവ് 40 ആണ് ആ സ്ട്രോക്കിൻ്റെ പ്രോബ്ലംസ് ഒക്കെ സാധാരണ കാണുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ പിൽസാണ് PCOD ഉള്ള പെൺകുട്ടികളിൽ സൈക്കിൾ റെഗുലേഷന് 15 വയസ്സ് മുതലുള്ള പെൺകുട്ടികൾക്ക് നമുക്ക് ഈ ഗുളിക കൊടുക്കുന്നുണ്ട്. PCODക്ക് സൈക്കിൾ തെറ്റി വരുന്നവർക്കൊക്കെ ഈ ഗുളിക കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമുള്ള ഗുളികയാണെങ്കിൽ നമ്മൾ ഈ 15 വയസ്സ് കുട്ടികൾക്ക് ഇത് കൊടുക്കില്ലല്ലോ. അങ്ങനെ ഒത്തിരി പേർക്ക് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഗുളിക. പക്ഷേ ഇത് ഗർഭനിരോധനത്തിന് കേരളത്തിൽ വളരെ കുറവ് പേര് ഇതിന് കഴിക്കുന്നുള്ളൂ. എന്തോ ഒരു പേടിയാണ്, ഹോർമോണിന് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടി. അങ്ങനെ പല തെറ്റിദ്ധാരണകളുടെ മുകളിലാണ് ഇത് തീരെ കേരളത്തിൽ യൂസ്ഡ് അല്ല. ഈ ഗർഭനിരോധന ഗുളിക തീരെ യൂസ്ഡ് അല്ല. നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത IPL ആണ് കുറേയും കൂടി ആൾക്കാർക്ക് അറിയുന്നത്. ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പോലും, ലോ ഡോസ് ഗർഭനിരോധന ഗുളികൾ ഉണ്ടെന്ന് പോലും പലർക്കും അറിയില്ല എന്നുള്ളതൊരു വാസ്തവം. പിന്നെ അതേമാതിരി ഇങ്ങനെ പല തെറ്റിദ്ധാരണകളുണ്ട്. ഈ ഹോർമോൺ കഴിച്ചാൽ തടി വയ്ക്കും, ഈ ഗുളിക കഴിച്ചാൽ ഒരു കാലത്തും തടി വെക്കില്ല. ഇനി ഇതിൻ്റെ 4th ജനറേഷൻ ഉണ്ട്. 4th ജനറേഷൻ കഴിച്ചാൽ 1-2 കിലോ കുറയും. ബിക്കോസ് അത് നമ്മുടെ ശരീരത്തിലുള്ള എക്സ്ട്രാ വാട്ടറും ഉപ്പും ഒക്കെ കളയുന്നുകൊണ്ട്, സോഡിയം ആൻഡ് വാട്ടറിനെ പുഷ് ഔട്ട് ചെയ്യുന്നുണ്ട് 1-2 കിലോ വെയിറ്റ് കുറയുന്ന ടാബ്ലറ്റ്സ് ആണ് ഇത് 4th ജനറേഷൻ. ഇതാണ് എനിക്ക് ഗർഭനിരോധന ഗുളികയെപ്പറ്റി പറയാനുള്ളത്. താങ്ക് യു.